അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി ബിറദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏതാണ്ട് ഒരാഴ്ചയോളമായി സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ ഓതാൻ പഠിക്കുകയായിരുന്നു നാം. അൽഹംദുലില്ലാഹ്, തെറ്റുകളൊക്കെ തിരുത്തി നന്നായി ഓതാൻ നാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നാം ചെറുപ്രായത്തിലെ പഠിച്ചു വെച്ചതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ തെറ്റുകളെ തിരിച്ചറിയുകയും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ തെറ്റിനെ തിരുത്തി ജീവിതത്തിലുടനീളം ശ്രദ്ധയോടുകൂടെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാനും നാം സന്നദ്ധമാവുക. അള്ളാഹു സഹായിക്കട്ടെ. ഇന്ന് നാം ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅ്ലമു സൂറത്ത് മിനൽ ഖുർആനി, ഖുർആനിൽ വെച്ച് ഏറ്റവും മഹത്തായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാണ്. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുടങ്ങുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ അധ്യായമായതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പേര് ലഭിച്ചത്. കൂടാതെ മറ്റനേകം പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി ഉമ്മുൽ ഖുർആനി വ ഉമ്മുൽ കിതാബി വ സബഉൽ മസാനി വൽ ഖുർആനുൽ അലീം. വിശുദ്ധ ഖുർആനിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ അത് ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ മാതാവാണ്. വ ഉമ്മുൽ കിതാബി, അതുപോലെ തന്നെ കിതാബിൻ്റെ ഉമ്മയാണ്. വ സബഉൽ മസാനി, 2 പ്രാവശ്യം ഇറങ്ങിയ 7 ആയത്തുകളാണ്. വൽ ഖുർആനുൽ അലീം, വിശുദ്ധമായ ഖുർആനുമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, വിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മുഴുവൻ സൂറത്തുകളിലെയും ആശയങ്ങളുടെ രത്നചുരുക്കമാണ് ഫാത്തിഹ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിലെ മുഴുവൻ കാര്യങ്ങളും ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തു ശിഫാ, സൂറത്തു റുഖിയ, അതായത് ശിഫ, രോഗശമനം ലഭിക്കുന്ന സൂറത്ത്, അല്ലെങ്കിൽ മന്ത്രിക്കുന്ന സൂറത്ത് എന്നൊക്കെ പേരുണ്ട്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഏറെ പ്രസക്തമാണ്. മഹാനവറുകളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു കബീലയിൽ, ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു യുവതി വന്നിട്ട് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന യാത്രാ സംഘത്തോട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്ര നേതാവിന് വിഷമേറ്റിട്ടുണ്ട്, ആ വിഷമിറക്കാൻ മന്ത്രിക്കാൻ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അതെ ഞാനുണ്ടെന്ന് പറയുകയും ആ യുവതിയോടൊപ്പം പോയി ആ നേതാവിൻ്റെ വിഷമിറക്കാൻ വേണ്ടി 7 പ്രാവശ്യം ഫാത്തിഹ ഓതുകയും അങ്ങനെ വിഷമിറക്കി തിരിച്ചു വരികയും ചെയ്ത ഹദീസ് ഏറെ പ്രസക്തമാണ്. അതുപോലെ മറ്റൊരു പേരാണ് സബഉൽ മസാനി, 2 പ്രാവശ്യം ഇറങ്ങിയ സൂറത്ത്. അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മക്കയിലും മദീനയിലും അവതരിച്ചിട്ടുണ്ട്. മറ്റൊരു പേരാണ് സൂറത്തു സ്വലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ സ്വലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഇല്ലാതെ നിസ്കാരം സ്വഹിയാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി പഠിക്കൽ നിർബന്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ദിവസം 17 തവണ ഓതൽ നിർബന്ധമാണ്. ആ 17 തവണ ഓതൽ നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിഹയ്ക്ക് തുല്യമായത് ഇഞ്ചീലിലോ തൗറാത്തിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ അവതരിച്ചിട്ടില്ല. ഫാത്തിഹ സൂറത്തിൽ 25 വാക്കുകളാണുള്ളത്, 113 ഹർഫുകളുമുണ്ട്. ഫർള് നിസ്കാര ശേഷം ആരെങ്കിലും 20 തവണ പതിവാക്കിയാൽ 5 നിസ്കാരങ്ങളിലും കൂടി 100 എണ്ണം, അങ്ങനെ ഒരു ദിവസം 100 ഫാത്തിഹ
ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 20 എണ്ണം വീതം ആരെങ്കിലും ഓതിയാൽ അവൻ്റെ ഉദ്ദേശം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ സുബ്ഹിയുടെ സുന്നത്തിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും 41 വട്ടം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കും എന്നും നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഏറെ മഹത്വം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കേണ്ട, നാം കൃത്യമായി പാരായണം ചെയ്യേണ്ട മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. രോഗങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ നാം പതിവാക്കുകയും ഓതുകയും ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ കണക്ക് 7, 77, 770 അങ്ങനെ മേലോട്ട് പോകും. 7ൻ്റെ കണക്കനുസരിച്ചാണ് അത് കണക്കാക്കുക. ഒരു രോഗി 7 പ്രാവശ്യം മന്ത്രിച്ചൂതിയാൽ അയാളുടെ രോഗത്തിന് ശിഫ ലഭിക്കുമെന്ന് കിതാബുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന വിശ്വാസികൾ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.